തീരുമാനം വന്നിരിക്കുന്നു. നാളെ LDF ഹർത്താൽ. വിവരങ്ങളുമായി NV ബാലകൃഷ്ണൻ. ബാലു, എന്താണ് വിവരങ്ങൾ? ലാൽ, LDF-ന്റെ സംസ്ഥാന സമിതി യോഗം അല്പസമയം മുമ്പാണ് സമാപിച്ചത്. ഇപ്പോൾ നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് നാളെ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഹർത്താൽ ആചരിക്കാൻ LDF സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചു. MLA-മാരെ അതിക്രൂരമായിട്ടാണ് മർദ്ദിക്കാൻ വാച്ചന്മാരുകളും അതോടൊപ്പം തന്നെ ഭരണപക്ഷ MLA-മാരും ശ്രമിച്ചത്. അതിൽ പ്രതിഷേധിച്ചാണ് നാളെ ഹർത്താൽ ആചരിക്കുന്നത് എന്നാണ് ഇപ്പോൾ LDF-ന്റെ സംസ്ഥാന സമിതി നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് അവതരിപ്പിച്ച KM മണി അവതരിപ്പിച്ച ബജറ്റ് അംഗീകരിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണറെ കാണുവാനും LDF യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. ഗവർണറുടെ സമയം ലഭിക്കുന്നതനുസരിച്ചായിരിക്കും ഗവർണറെ കാണുക. നേരത്തെ ഗവർണറെ കണ്ട് KM മാണി ബജറ്റ് അവതരിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഗവർണർ സർക്കാരിനോട് വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി വിശദീകരണം നൽകിയിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളൊന്നും മുന്നോട്ട് പോയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഗവർണറെ കണ്ട് KM മാണി അവതരിപ്പിച്ച ബജറ്റ് അംഗീകരിക്കരുത് എന്നാവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ബജറ്റ് സാങ്കേതികമായി അവതരിപ്പിച്ചിട്ടില്ല. പിന്നീട് ചില ഗൂഢാലോചനകളിലൂടെ അല്ലെങ്കിൽ മാനിപ്പുലേഷനിലൂടെ ബജറ്റ് അംഗീകരിച്ചു എന്ന് വരുത്തി തീർക്കുവാനാണ് ഇപ്പോൾ ശ്രമം നടന്നിരിക്കുന്നത് എന്നും LDF യോഗം വിലയിരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് MLA-മാർക്കെതിരെയും അതോടൊപ്പം തിരുവനന്തപുരത്ത് നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയ LDF പ്രവർത്തകർക്കെതിരെയും വൻ ആക്രമണം നടത്തിയത് പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി പന്തംകൊളുത്തി പ്രകടനം നടത്താനും LDF യോഗം പ്രവർത്തകരെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. LDF നാളെ ഹർത്താൽ. MLA-മാരെ ആക്രമിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കുറ്റം. രണ്ടാമത്തേത് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടില്ല. അതിലെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്ന അവകാശവാദത്തെ ഗവർണറുടെ മുമ്പിൽ ചോദ്യം ചെയ്യാനും LDF തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം തന്നെ പന്തംകൊളുത്തി പ്രകടനങ്ങളും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നു.